പറഞ്ഞു. എന്താണ് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടത്? മമ്മി, എനിക്ക് നല്ല വിശപ്പുണ്ട്. എനിക്ക് ഷവായി മന്തി മതി. ഡണ്ടു, നിനക്ക് എന്താണ് പറയേണ്ടത്? മണിക്കുട്ടി, നീ ഷവായിയാണോ കഴിക്കുന്നേ? എനിക്കത് മതി ഡണ്ടു. നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് ബ്രോസ്റ്റ് മതി, ഷവായി വേണ്ട. ആ, എല്ലാരും വാങ്ങിക്കോ, നമുക്ക് എല്ലാത്തിനും കഴിക്കാലോ. അല്ല മമ്മി, ആ പെണ്ണ് അവിടെ ഇങ്ങനെ നോക്കി നിന്നാലേ നമുക്കൊക്കെ കൊതി കൂടൂലേ? അപ്പൊ നമുക്ക് വയറുവേദന വരില്ലേ? മണിക്കുട്ടി, അതിനൊരു ഐഡിയ ഉണ്ട് മണിക്കുട്ടി. എന്താ ഐഡിയ? പെട്ടെന്ന് പറ. അത് പിന്നെ ആന്റി, നമ്മളെ കഴിക്കുന്ന ചിക്കന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മൾ എന്തായാലും അതിന്റെ എല്ലൊന്നും കടിച്ചു തിന്നത്തില്ലല്ലോ, അത് അവൾക്ക് കൊടുത്തു കളയാം. ഇവിടെ എല്ല് പോലും ബാക്കി കാണില്ലല്ലോ. അപ്പോ വാവ്, അത് നല്ലൊരു ഐഡിയ ആണ് മമ്മി. എനിക്കൊന്നും കഴിക്കാൻ തന്നിട്ടില്ലെങ്കിലും വേണ്ടായിരുന്നു. എന്റെ തലയിലെ ഭാരം വന്ന് ഇറക്കി വെക്കാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു. ഞാനിതിങ്ങനെ ഏറ്റു നിൽക്കാൻ മാത്രം എന്ത് തെറ്റാണാവോ ഞാൻ ചെറിയമ്മയോട് ചെയ്തത്? എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്നാ എനിക്കിതൊന്നൊരു മോചനം. എന്റെ കൈ കടയുന്നു, തല കടയുന്നു. ഇതിങ്ങനെ താഴെ ഇറക്കി വെച്ച എനിക്ക് എന്തായാലും ചീത്ത കേൾക്കും. ഒന്ന് ചോദിച്ചു നോക്കാം, ചിലപ്പോ സമ്മതിച്ചാലോ? ചെറിയമ്മേ, ചെറിയമ്മേ, ചെറിയമ്മേ. മമ്മി, ആ മൂശിട്ട പെണ്ണ് വിളിക്കുന്നു. ചിലപ്പോഴേ അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വരും, അത് ചോദിക്കാനാവും. അവളെ തിരിഞ്ഞു നോക്കണ്ട മമ്മി. ഞാൻ ജനിച്ച നാൾ മുതൽ കാണുന്നതാ ഡാഡിക്കും മുത്തശ്ശനും അവളോടുള്ള സ്നേഹം. എന്നെ ഇഷ്ടമേ അല്ല അവർക്ക്. അതിന് തന്നെയല്ലേ അവൾക്ക് നമ്മൾ ഇങ്ങനെ പണി കൊടുക്കുന്നത്. അനുഭവിക്കട്ടെ അവൾ. പിന്നെന്താ മോളോ നിന്റെ പ്രശ്നം? നിനക്ക് സ്നേഹിക്കാൻ ഈ മമ്മിയില്ലേ നിന്നെ സ്നേഹിക്കാനും? ഡാഡിയാണത്രേ ഡാഡി. നിനക്കെന്തിനാടി ഡാഡിയുടെ സ്നേഹം? ഈ മമ്മി വാരിക്കോരി തരുന്നില്ലേ? പിന്നെ നിനക്ക് നിന്റെ ഡാഡിയുടെയും മുത്തശ്ശന്റെയും സ്നേഹം എന്തിനാണ്? ചെറിയമ്മേ, നാശം പിടിച്ച പെണ്ണ് എന്ന ജീവിതത്തിലേക്ക് വന്നു. അന്ന് മുതൽ മനുഷ്യന് സ്വസ്ഥതയില്ല. എവിടെ പോയാലും പറ പെണ്ണേ, എന്തിനാ അവിടെ നിന്നിട്ട് ഇങ്ങനെ ചെറിയമ്മേ ചെറിയമ്മേ എന്ന് വിളിച്ച് തൊലിക്കുന്നത്? ഇത് ഞാൻ പറയുന്ന ഡയലോഗ് അല്ലേ? എനിക്കല്ലേ ചെറിയമ്മ വന്നത് മുതൽ സമാധാനം ഇല്ലാതായത്? അതുവരെ എന്ത് സന്തോഷമായിരുന്നു എന്റെ വീട്ടിൽ. ഇപ്പൊ എന്റെ കഷ്ടകാലം, അല്ലാതെ എന്ത് പറയാനാ? നോക്കാണ്ടി അവളുടെ അഹങ്കാരം. വിളിച്ചിട്ട് നമ്മളൊക്കെ നോക്കുമ്പോൾ അവൾ മിണ്ടാതെ അവിടെ പിറുവിറുത്ത് നിൽക്കുന്നു. എന്താ അവളുടെ ധൈര്യം നോക്ക്. ഇപ്പൊ നിന്റെ നാവ് ഇറങ്ങിപ്പോയോടി. എന്തിനാ നീ എന്നെ ചെറിയമ്മേ ചെറിയമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് നിൽക്കുന്നത്? പറടി. നീ ആരെ കളിയാക്കാൻ വിളിച്ചതാണോ ഇപ്പൊ നീ മിണ്ടാതെ നിൽക്കുന്നത്? മേഡം, എന്ത് വേണം? അയ്യോ, എനിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കാൻ വന്നതാ ഞാൻ. തനിക്കൊന്ന് ശബ്ദമുഖം ഉണ്ടാക്കി വന്നൂടോ? മിണ്ടാതെ വന്ന് ബാക്കിൽ വന്ന് പരിഞ്ഞു നിൽക്കുന്നു. മമ്മി, വേണ്ട, അവരോട് ചൂടാവണ്ട. എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ കൊണ്ടുവരാൻ പറയാം. മമ്മിക്ക് ചൂടാവാനല്ലേ അപ്പുറത്ത് മുത്തു നിൽക്കുന്നത്? അവരോട് ചൂടായാ പോരെ? എന്തിനാ എല്ലാവരോടും ചൂടാവുന്നത്? മേഡം, ഞാൻ തെറ്റായി ഒന്നും പെരുമാറിയില്ലല്ലോ. എന്താ കഴിക്കാൻ വേണ്ടെന്നല്ലേ ചോദിച്ചത്? അത് ഞങ്ങൾ ഇവിടെ വന്ന എല്ലാവരോടും ചോദിക്കാറുള്ളതാ. എനിക്ക് ഷവായി, പിന്നെ മന്തി റൈസും. എനിക്ക് ബ്രോസ്റ്റ് മതി. താമസം ഉണ്ടാവോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഹോട്ടലിൽ പോവാനാ. അതെ, പെട്ടെന്ന് കൊണ്ടുവരണം. കാത്തിരിക്കാനൊന്നും ഞങ്ങൾക്ക് സമയമില്ല. നല്ല വിശക്കുന്നുണ്ട്. ഇവിടെ താമസമൊന്നും ഉണ്ടാവില്ല മേഡം. ഇതാ ഇപ്പൊ തന്നെ കിട്ടും. അല്ല, ആ കൊച്ചെന്തിനാ അതും തലയിൽ വെച്ച് നിൽക്കുന്നേ? ഇതാ ഇവിടേക്ക് ഇരുന്നോളൂ. ഒരു ചെയറും കൂടി ഇട്ട് തരാം. അപ്പൊ എല്ലാവർക്കും ഈ ടേബിളിൽ തന്നെ ഇരിക്കാം. തന്നോട് പറഞ്ഞ പണി ചെയ്താൽ മതി, അല്ലാതെ ഞങ്ങൾക്ക് കസേര ഇട്ട് തരാനും നിൽക്കണ്ട. അവൾ അവിടെ നിന്നോട്ടെ. നിന്റെ തലയിലൊന്നല്ലല്ലോ അവൾ നിൽക്കുന്നേ.
ഇതെന്തോന്ന് സാധനം? ആ കുട്ടി തലയിലേറ്റി നിൽക്കുന്നത് കണ്ടിട്ട് കഷ്ടം തോന്നിയിട്ടാ ഞാൻ പറഞ്ഞത്. പാവം ആ കൊച്ച്. ദോ, എനിക്കെന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് താൻ ചോദിച്ചോ? അതെങ്ങനെ? കണ്ണ് നാല് കുറവല്ലേ? ആരാ അവിടെ നിൽക്കുന്നേ, ആരാ അവിടെ ഇരിക്കുന്നേ എന്നൊക്കെ നോക്കുവല്ലേ ജോലി. തന്റെ മുൻപിൽ ഇരിക്കുന്ന ഞങ്ങൾക്കുള്ള ഫുഡ് കൊണ്ടുവാദ്യം, എന്നിട്ട് അവിടെ ആരാ നിൽക്കുന്നേ, അവിടെ ആരാ നിൽക്കുന്നേ നോക്ക്. അവൾക്ക് ചിലപ്പോൾ നിൽക്കാനാവും താല്പര്യം, ഇരിക്കാൻ ഇഷ്ടമില്ലെങ്കിലോ? നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കണം? സോറി മാം, നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത്? എനിക്ക് നൂഡിൽസ് മതി, കൊണ്ടുവാ വേഗം. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, താമസം ഉണ്ടാവരുത്. താമസിച്ചാൽ ഞങ്ങൾ എഴുന്നേറ്റ് പോകും. ഓക്കേ? ഓ, ഓരോന്നും കേട്ടിയെടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിക്കോളും. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ആവശ്യം എന്റേതായി പോയില്ലേ, ചിലപ്പോ പറഞ്ഞാ കേട്ടാലോ. ചെറിയമ്മേ, എന്താടി? ഒന്നുമില്ല ചെറിയമ്മേ, ഒന്നുമില്ല. പിന്നെ ഒന്നുമില്ലാതെ നിന്റെ മോന്ത ഇടയ്ക്കിടയ്ക്ക് കാണാനാണോ നീ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടെ ചെറിയമ്മേ ചെറിയമ്മേ എന്ന് വിളിക്കുന്നത്? ആണോന്ന് കണ്ടേച്ചാലും മതി അവളുടെ ഒരു മോന്ത. അത് കളി കളിക്കാനാണോ നീ എന്നെ വിളിക്കുന്നേ? സോറി ചെറിയമ്മേ, സോറി. നീ സോറി അങ്ങോട്ട് പറഞ്ഞാ മതിയല്ലോ, അപ്പൊ എല്ലാം അങ്ങ് തികഞ്ഞു. പാവം, എപ്പോ നോക്കിയാലും ആ കുട്ടിയുടെ മേക്കെട്ട് കയറാണല്ലോ ഈ സ്ത്രീയുടെ ജോലി. ഇനിയിപ്പോ അത് ഇവരുടെ കുട്ടിയല്ലേ? മാഡം, ഇങ്ങോട്ട് വെക്കടോ. ഇനിയിപ്പോ അത് ഞാൻ നിന്നോട് പ്രത്യേകം പറയണോ? എന്റെ ജോലി ഇതായി പോയില്ലേ, ചിരിച്ചു തന്നെ നിൽക്കാം. മാഡം, ഇനി എന്തെങ്കിലും വേണോ? ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും? എനിക്കൊരു ജ്യൂസ് പറട്ടെ. എനിക്കും വേണം. എന്ത് ജ്യൂസാ വേണ്ടേ പറഞ്ഞോ. എനിക്ക് ഓറഞ്ച് ജ്യൂസ് മതി. എനിക്ക് മുസംബി. മാഡത്തിനോ? എനിക്ക് ഒരു പൈനാപ്പിൾ ജ്യൂസ് എടുത്തോ. ഷുഗർ കട്ട് ചെയ്യേ, ഷുഗർ വേണ്ട. ഓക്കേ? ഓക്കെ മാം. നിനക്ക് ജ്യൂസ് എന്തെങ്കിലും വേണോ? എനിക്കൊരു ലൈമ് വാങ്ങി തന്നാ മതി ചെറിയമ്മേ. കേട്ടല്ലോ, അവൾക്ക് ലൈമും. പാവം കുട്ടി, ഒരു ലൈമെങ്കിലും കൊടുത്തല്ലോ അതിന്. മമ്മി എന്തിനാ അവൾക്ക് ലൈമ് പറഞ്ഞത്? അത് പിന്നെ മോളോ, എനിക്ക് അവളോട് സ്നേഹം ഉണ്ടായിട്ടൊന്നും പറഞ്ഞതൊന്നുമല്ല. വെള്ളം ഒന്നും കുടിക്കാതെ തല കറങ്ങി വീണാലേ നമുക്ക് തന്നെയാ പണി കിട്ടുന്നേ. രാവിലെ വന്നതല്ലേ നമ്മള് വീട്ടിൽ നിന്നും, അവളൊന്നും കഴിച്ചിട്ടുമില്ല. എന്നാലും പച്ചവെള്ളം കൊടുത്താൽ മതിയായിരുന്നു മമ്മി, ലൈമൊന്നും വാങ്ങണ്ടായിരുന്നു അവൾക്ക്. അതല്ല മോളോ, കുടിച്ചോട്ടെ, ഒരു ലൈമല്ലേ, അത് സാരമില്ലെന്നേ. ഹാവോ, ലൈമ് കുടിക്കുമ്പോഴെങ്കിലും എന്റെ തലയിൽ നിന്നും ഇത് ഇറക്കി വെക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു. നോക്കി നിൽക്കാതെ കഴിക്കും മക്കളെ. വൗ മമ്മി, നല്ല ടേസ്റ്റ് ഉണ്ട് മമ്മി, വേഗം കഴിച്ചു നോക്ക്. സൂപ്പർ മോളോ, നല്ല ഫുഡ്. മമ്മി, നമ്മൾ ഇവിടുന്ന് പിണങ്ങി പോവാത്തത് നന്നായി, അല്ലെങ്കിൽ നമുക്ക് ഈ ഫുഡ് മിസ് ആകുമായിരുന്നു. പാവം മുത്ത്, അതിന് മാത്രം ഒന്നും കഴിക്കാൻ വാങ്ങി കൊടുത്തിട്ടില്ല. മണിക്കുട്ടി, എന്റെ ബാക്കിലേക്കൊന്ന് നോക്ക്. എനിക്ക് വിശന്നിട്ട് പാടില്ലാട്ടുണ്ടോ, എനിക്ക് ബാക്കിലേക്കൊന്ന് നോക്കാൻ സമയമില്ല, ഞാൻ കഴിക്കട്ടെ. അതല്ല മണിക്കുട്ടി, നീ നോക്ക്, പാറു അവളെന്താ ഇവിടെ? ചിലപ്പോ മുത്തിനെ അന്വേഷിച്ചു വന്നതാവും. അതിന് നമ്മൾ ഇവിടേക്കാ വന്നിരിക്കുന്നെന്ന് അവർക്കറിയില്ലല്ലോ. മമ്മി അങ്ങോട്ടും നോക്ക് മമ്മി. എന്റെ മോളോ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ അതിരുന്ന് കഴിച്ചേ. അതല്ല മമ്മി, നോക്ക്, ബാക്കിലേക്ക് നോക്ക്. എന്താ ഈ നാശം പിടിച്ച പെണ്ണ് നമ്മൾ പോകുന്ന വഴിയൊക്കെ വരുന്നുണ്ടല്ലോ. അതി ചിലപ്പോഴേ അവർ ഫുഡ് കഴിക്കാൻ വന്നതാവും. മുത്തേ ചേച്ചി. അയ്യോ,
ഇങ്ങോട്ട് വാ. ഇവിടെ എന്റെ അമ്മയൊക്കെ വരുന്നുണ്ട് കഴിക്കാൻ. നമുക്ക് ഇവിടെ ഇന്ന് കഴിക്കാം. മുത്തശ്ശേച്ചി വാ. അതിന് ചെറിയമ്മ സമ്മതിക്കൂല. കൂട്ടുകാരെ, നമ്മുടെ മുത്തിനെ